മണിക്കൂറിന്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, അടുത്ത മാസം പരീക്ഷയില്ലേ? നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇന്നു മുതൽ പഠിച്ചു തുടങ്ങണേ. എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ ഇന്നത്തെ സെഗ്മെന്റുകളിലേക്ക് കടക്കാം. ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് പഠിപ്പുര. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാഖയും. നാലാമത്തെ സെഗ്മെന്റ് ആണ് കുട്ടിപ്പാചകം. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ കൂട്ടുകാരെ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. ഇന്ന് എന്റെ കഥയിൽ ആരൊക്കെയായിരിക്കും കഥ പറയാൻ വരുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്റെ കഥ. ഏപ്രിൽ വരെയാണ് പ്രജനന കാലം. 2 മുതൽ 5 മുട്ടകൾ വരെയാണ് സാധാരണ ഒരു പ്രാവ്. ഈ പാവം വർണ്ണക്കൊക്കിന്റെ കഥ. കൂട്ടുകാരെ, ഇന്നത്തെ എന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. അടുത്ത സെഗ്മെന്റ് ആണ് പഠിപ്പുര. ഇന്ന് പഠിപ്പുരയിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം പഠിപ്പുര. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മുട്ട. കൂട്ടുകാരെ, നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ? വെള്ളത്തിൽ ആരെങ്കിലും മുട്ട പൊങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? എങ്കിൽ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉപ്പ്, സ്പൂൺ, മുട്ട, വെള്ളം. ഇനി നമുക്കിത് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കാം. അതിലേക്ക് ഈ മുട്ട ഇടുക. അയ്യോ, മുട്ട താഴ്ന്നു പോയല്ലോ. സാരമില്ല, ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് 3-4 സ്പൂൺ ഉപ്പിടുക. ഉപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ കൂട്ടുകാരെ, മുട്ട പൊങ്ങി വരുന്നത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? വെള്ളത്തിന്റെ സാന്ദ്രത മുട്ടയേക്കാൾ കുറവായതിനാൽ മുട്ട വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് താഴ്ന്നു പോകുന്നു. വെള്ളത്തിൽ ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിന്റെ സാന്ദ്രത കൂടും. വെള്ളത്തിന്റെ സാന്ദ്രത കൂടുമ്പോൾ മുട്ട പൊങ്ങി വരും. കൂട്ടുകാരെ, ഇന്നത്തെ പഠിപ്പുര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഈ സയൻസ് എക്സ്പെരിമെന്റ് നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ചെയ്തു നോക്കണേ. അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽമാലാഖയും. ഇന്ന് കുസൃതി കൊടുക്കുക അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടിട്ട് വരാം അന്നമോളും കാവൽമാലാഖയും. സുഖാണോ എന്റെ അന്നക്കുട്ടിക്ക്? അതെ മാലാഖേ. ആട്ടെ, എന്തിനാ അന്നമോളി കാവൽമാലാഖയെ വിളിച്ചത്? അതൊരു സംശയം ചോദിക്കാനായിരുന്നു. എന്താണാവോ എന്റെ അന്നമോളെ കുടുക്കിയ ആ സംശയം? നമ്മുടെ ഭൂമിക്ക് എത്ര വയസ്സായി കാണും മാലാഖേ? ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കിയത് 460 കോടി വർഷമെന്നാ. ഭൂമിയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോളജി. അന്നമോൾ മുതിർന്ന ക്ലാസ്സിലായി കഴിയുമ്പോ ഇതേക്കുറിച്ച് പഠിക്കാനും ഉണ്ട്. ഹായ്. പിന്നുണ്ടല്ലോ അന്നമോളെ, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ 71% ഉപ്പുവെള്ളം നിറഞ്ഞ സമുദ്രങ്ങളാ. ബാക്കിയുള്ള ഭാഗത്താണ് ഭൂഖണ്ഡങ്ങളുള്ള ദ്വീപുകളുള്ളത്. നമ്മുടെ സൗരയൂഥത്തിൽ കുറേ ഗ്രഹങ്ങളുണ്ട്. അതിൽ സൂര്യനിൽ നിന്നും 3ാമതാ ഭൂമിയുടെ സ്ഥാനം. ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വലുപ്പത്തിൽ 5ാം സ്ഥാനത്താ ഭൂമി. ഗ്രഹങ്ങളിൽ
ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങൾ താരതമ്യേന ചെറുതാണ്. മാത്രമല്ല പാറയും ലോഹങ്ങളുമാണ് പ്രധാനമായും ഈ ഗ്രഹങ്ങളിലുള്ളത്. ഈ 4 ഗ്രഹങ്ങളെ ഭൗമഗ്രഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഭൗമഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും വലുത് നമ്മുടെ ഭൂമിയാ അന്നമോളെ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഭൂമിയുടെ കൂടുതൽ ഭാഗവും വെള്ളമാണെന്ന്. പറഞ്ഞായിരുന്നല്ലോ. ഭൂമിയുടെ ജലം നിറഞ്ഞ ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസ്ഫിയർ. അപ്പൊ മഞ്ഞുമൂടി കിടക്കുന്ന സ്ഥലങ്ങളെയോ? ഭൂമിയിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് ധ്രുവപ്രദേശങ്ങൾ. ഇങ്ങനെ കാണപ്പെടുന്ന സ്ഥലങ്ങളെ പറയുന്ന പേരാണ് ക്രയോസ്ഫിയർ. കടൽ, കായൽ, നദികൾ എന്നിവിടങ്ങളിലെ മഞ്ഞ്, മഞ്ഞുപാളികൾ, ഹിമാനികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. പ്രപഞ്ചത്തിൽ ജീവനുള്ളവർ ഉള്ളത് ഭൂമിയിൽ മാത്രമാട്ടോ. പിന്നെ ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോ ഭൂമിയെ നീല നിറത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയെ മനുഷ്യർ നീലഗ്രഹം എന്നാണ് വിളിക്കുന്നത്. ഭൂമിയെ ആദ്യം ചുറ്റി സഞ്ചരിച്ച ഒരു സാഹസിക സഞ്ചാരിയുണ്ട്. താരമാലാകെ ഫെർഡിനൻഡ് മഗല്ലൻ 1519 സ്പെയിനിലെ സെവില്ലിൽ നിന്ന് യാത്ര തിരിച്ച അദ്ദേഹം അവിടെ തന്നെ തിരിച്ചെത്തി. അദ്ദേഹമാണ് ഭൂമി ഒരു ഗോളമാണെന്ന് ആദ്യം സ്ഥിരീകരിച്ച ആൾ. എങ്കിൽ അന്നമോള് പോയിരുന്ന് പഠിച്ചോട്ടോ, പരീക്ഷ വരുമല്ലേ. ബൈ മാലാകെ. ബൈ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് കുട്ടിപ്പാചകം. ഇന്ന് മീര നമ്മെ എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാറില്ലേ? ഈ ചപ്പാത്തി ചിലപ്പം മിച്ചം വരാറുമുണ്ട്. അങ്ങനെ മിച്ചം വരുന്ന ചപ്പാത്തി നിങ്ങൾ കളയുകയല്ലേ പതിവ്? അങ്ങനെ മിച്ചം വരുന്ന ചപ്പാത്തി വെച്ച് ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി റോൾ ഉണ്ടാക്കാൻ പഠിച്ചാലോ കൂട്ടുകാരെ? ഈ ചപ്പാത്തി റോളിന് ആവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ആദ്യമായി നമുക്ക് വേണ്ടത് ചപ്പാത്തിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചപ്പാത്തി എടുക്കാട്ടോ. അടുത്തതായി നമുക്ക് വേണ്ടത് ക്യാബേജ് നീളത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ബീൻസ് വട്ടത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ബട്ടർ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, സോയാ സോസ് 1/2 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്. എങ്കിൽ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായി നമുക്ക് പാത്രം ചൂടാക്കാൻ വെക്കാം. ടേബിൾസ് ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മിച്ചം വരുന്ന ചപ്പാത്തി വെച്ച് ടേസ്റ്റിയായ ചപ്പാത്തി റോൾ ഉണ്ടാക്കുമല്ലോ കൂട്ടുകാരെ. കൂട്ടുകാരെ, ഇന്ന് മീര ഉണ്ടാക്കിയ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നിങ്ങളിത് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, ഇന്നത്തെ കിളിക്കൂടിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 680309, ഫോൺ 8606460033, kilikkud@gmail.com. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും നല്ല എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.